തൃശൂർ പൂരം വിവാദത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. താൻ പോലും കാണാത്ത അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയുള്ള മാധ്യമ വാർത്തകൾ ശരിയല്ലെന്ന് വന്നാൽ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാകുമെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ IGക്കും DIGക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. ADGPക്കെതിരെ CPI മുഖപത്രം. ചുവരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചുവൂർ സ്വദേശി സുനോദാണ് മരിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 12 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ കേസിലെ പ്രതി പിടിയിലായി. വടാനപ്പള്ളി സ്വദേശി ബാദുഷയാണ് കോഴിക്കോട് നിന്നും പിടിയിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് താൻ പോലും കാണാത്ത അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയുള്ള വലതുപക്ഷ മാധ്യമ വാർത്തകൾ ശരിയല്ലെന്ന് വന്നാൽ അത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM നേതാവ് അഴീക്കോടൻ രാഘവന്റെ 52ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുൻപേ ശരിയല്ലാത്ത പ്രചാരണങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വല്ലാത്ത വികാരം ഉണ്ടാക്കുകയും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുകയുമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്നത്. പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ. ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ? അതൊക്കെ റിപ്പോർട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലാതായി വെക്കുക. ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെയല്ല എങ്കിൽ എത്രമാത്രം നെറികേടാണ് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ അതിനുശേഷം ദുരന്തമുണ്ടായ മറ്റു സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയ കേന്ദ്ര നടപടിയെ വിമർശിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ. അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു. അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇതേവരെ സഹായം തന്നിട്ടില്ല. അതിനുശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലയിടത്ത് സഹായിക്കുന്നത് കണ്ടു. ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ? എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി? നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ? നാടിനു വേണ്ടിയല്ലേ ശബ്ദമുയർത്തേണ്ടത്? നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത്? എങ്ങനെയെങ്കിലും നാട് തകർന്നാ മതി, നല്ല കാര്യമായി പോയി എന്നാണോ ചിന്തിക്കേണ്ടത്? LDFനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണമെന്ന കോൺഗ്രസ്, BJP ഉൾപ്പെടെയുള്ള വലതുപക്ഷ കക്ഷികളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാതെ നാടിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, MLA മാരായ AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, മുരളി പെരുന്നെല്ലി, നേതാക്കളായ MK കണ്ണൻ, UP ജോസഫ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി CPM ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. TCV ന്യൂസ്, തൃശൂർ. അഴീക്കോടൻ രാഘവന്റെ 52ാം രക്തസാക്ഷിത്വ വാർഷിക ദിനത്തോടനുബന്ധിച്ച് അഴീക്കോടൻ രാഘവൻ കുത്തേറ്റുവിട ചെട്ടിയങ്ങാടിയിലെ സ്മൃതി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, ചുമട്ടുതൊഴിലാളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KU സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഷാജൻ എന്നിവർ പങ്കെടുത്തു.
അടുത്ത വർഷം നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് മിഷന്റെ ഭാഗമായുള്ള മാറ്റാമ്പുറത്തുള്ള തൃശൂർ കോർപ്പറേഷന്റെ സ്വന്തം ഭൂമിയിൽ നിന്നും 3 സെന്റ് ഭൂമിയുടെ കൈവശാവകാശം 231 ഭൂരഹിത ഭവനരഹിതർക്ക് നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം ഇരട്ടിപ്പിച്ചു. പ്രഖ്യാപിക്കുന്ന ഏത് കാര്യവും നടപ്പാക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. കഴിഞ്ഞ LDF സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, മന്ത്രി ഡോക്ടർ R ബിന്ദു, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, മടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, PS വിനയൻ എന്നിവർ പങ്കെടുത്തു. 2021 അധികാരത്തിൽ വന്ന സർക്കാർ തീരുമാനിച്ചത് പട്ടയങ്ങളുടെ കാര്യമെടുത്തും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം 1,80,887 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയൻ അവർക്ക് തൃശ്ശൂർ ജനത അടുത്തത് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ IGക്കും DIGക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. തൃശൂർ പൂരം അലങ്കോലമാകുന്ന സമയം IGയും DIGയും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ ഇവർ എന്ത് ചെയ്തു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ടെങ്കിലും തുടർ നടപടി ശുപാർശ ചെയ്യുന്നില്ല. വീഴ്ചയുടെ ഉത്തരവാദി കമ്മീഷണർ മാത്രമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മുൻ കമ്മീഷണർ അങ്കിത് അശോകനെതിരെ സ്വീകരിച്ച നടപടിയെ റിപ്പോർട്ടിൽ ന്യായീകരിക്കുന്ന നിലപാടാണ് ADGP സ്വീകരിച്ചിട്ടുള്ളത്. ഞായറാഴ്ചയാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ADGPക്ക് CPI മുഖപത്രത്തിന്റെ പരിഹാസം. കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരം എന്നാണ് അജിത് കുമാർ തമ്പുരാന്റെ കണ്ടുപിടുത്തമെന്നതാണ് പരിഹാസം. അജിത് കുമാർ നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടെന്ന് വിമർശനം. പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട്. പൂരം കലക്കൽ വേളയിലെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളെന്ന ചിത്രത്തിൽ വ്യക്തം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കുവാനുള്ള ഗൂഢാലോചനയുടെ നീക്കം വീഡിയോയിൽ വ്യക്തമാണ്. എന്നിങ്ങനെ ADGPക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഖപത്രത്തിലുള്ളത്. ചൊവ്വൂരിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചൊവ്വൂർ വാരിയത്ത് 45 വയസ്സുള്ള സുനോദാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ചൊവ്വൂർ മഹാലക്ഷ്മി ക്ഷേത്രം റോഡിന് സമീപത്തായിരുന്നു അപകടം. പരിക്കേറ്റ സുനോദിനെ നാട്ടുകാർ കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമിത വേഗതയിൽ ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന ബൈക്ക് സുനോദിനെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം റോഡരികിൽ പാർക്ക് ചെയ്ത പെട്ടി ഓട്ടോയിൽ ഇടിച്ചാണ് നിന്നത്. ചൊവ്വൂർ മഹാലക്ഷ്മി ട്രാവൽസിന്റെ ഡ്രൈവറായ സുനോദ് സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്ന ട്രാവലർ എടുക്കാൻ വാഹനത്തിന്റെ അടുത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചുകയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെർപ്പടശ്ശേരിയിൽ നിന്നും പാലയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ എതിർദിശയിലുണ്ടായിരുന്ന വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കല്ലൂർ നായരങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ലഭിച്ചത്. പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് 12.275 കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പൊതികളാണ് കണ്ടത്. നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലെവലിൽ ലിക്കർ കിട്ടാറുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ
കഞ്ചാവ് വേട്ടയാണ് ഇന്ന് നടത്തിയത്. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതി അറസ്റ്റിലായി. വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം ബാദുഷയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് ആലപ്പുഴ SD കോളേജിനടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ തട്ടുകടയിൽ വാഹനം നിർത്തിയ സമയത്ത് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ബാദുഷ. മതിലകം പോലീസും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI-മാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ജിംബിൾ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കണ്ണംകുളങ്ങര സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കമായി ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. 1 വർഷം നീണ്ടുനിൽക്കുന്ന മിഷൻ 2025 ജനക്ഷേമ മുന്നേറ്റം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ആം ആദ്മി പാർട്ടി ദേശീയ സെക്രട്ടറി പങ്കജ് ഗുപ്ത നിർവഹിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ അധ്യക്ഷത വഹിച്ചു. ദേശീയ നേതാവ് മനീഷ് സിസോദിയ ഓൺലൈനിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AR അരുൺ, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, ഡോക്ടർ ഫെലിൻ ഫിലിപ്പ്, നവീൻ G നാദമണി തുടങ്ങിയവർ സംസാരിച്ചു. ആവശ്യമായ എല്ലാ വസ്തുക്കളും അമിത വില നൽകി ഉപയോഗിക്കും. സർക്കാർ സേവനങ്ങൾ ലഭിക്കാൻ കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥ. ജനക്ഷേമ മുന്നേറ്റം കുറച്ച് രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വള്ളൂരാന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം നിർധനരായ 50 കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്ന പദ്ധതിയുടെ രേഖാസമർപ്പണം മുഖ്യമന്ത്രി നിർവഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ, MP-മാരായ ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, ചാണ്ടി യൂമൻ, മോൻസ് ജോസഫ്, PJ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇതുകൂടാതെ 2000-ഓളം സ്കൂളുകളിൽ ഭൗതിക സൗകര്യ വികസനവും സാധ്യമാക്കി. കൃഷി ഇറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളി പെരുമ പടിയിറങ്ങുന്നു. മധ്യകേരളത്തിന്റെ തനത് നെല്ലിനമായ പൊക്കാളി പ്രകൃതിദത്തമായ കൃഷിരീതിയിലൂടെ വിളയിച്ചെടുക്കുന്ന നെല്ലാണ്. ഉപ്പുവെള്ളം കയറുന്ന പാടശേഖരത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഒരു തവണ നെല്ലും അടുത്ത തവണ ചെമ്മീനും കൃഷി ചെയ്യുകയാണ് പതിവ്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശം പൊക്കാളി കൃഷിക്ക് പ്രശസ്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടങ്ങളിൽ പൊക്കാളി കൃഷി ഇറക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 360 ഹെക്ടർ പ്രദേശത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നത്. യന്ത്രസഹായമില്ലാതെ പരമ്പരാഗത രീതിയിൽ നിലമൊരുക്കിയാണ് കൃഷി ഇറക്കുന്നത്. പൊക്കാളി നെല്ലിന്റെ അരിക്ക് രുചിയും ഔഷധ ഗുണവും ഏറെയാണ്. 6 മാസമാണ് പൊക്കാളി കൃഷിയുടെ കാലപരിധി. മൂപ്പെത്തിയ നെൽച്ചെടി ഏതാണ്ട് 4 അടിയോളം ഉയരത്തിൽ വളരും. മികച്ച ഉൽപാദനക്ഷമതയും പൊക്കാളിയുടെ സവിശേഷതയാണ്. പൊക്കത്തിൽ ആളി നിൽക്കുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന പേര് വന്നത്. ലവണാംശമുള്ള മണ്ണിലും വളരാനും വിളയാനും കഴിയുന്ന പൊക്കാളി നെല്ലിന് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെൽച്ചെടി ചീഞ്ഞു പോകില്ല. വെള്ളം വാർന്നു പോകുന്നതോടെ പഴയ കരുത്തോടെ ഉയർന്നു നിൽക്കും. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. കൃഷി ചെയ്യാനായി ജൈവരാസവള പ്രയോഗമോ ജൈവരാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത. വിഷുവിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കുകയാണ് പതിവ്. അതോടെ മത്സ്യകൃഷി അവസാനിക്കും. തുടർന്ന് പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. എന്നാൽ ഇന്ന് പൊക്കാളി കൃഷി അന്യം നിൽക്കൽ ഭീഷണിയുടെ നിഴലിലാണ്. പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പൊക്കാളി പാടശേഖരങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും പ്രവർത്തനത്തിനുള്ള ചെലവും അധികരിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ആ കൃഷി ഇല്ലാതായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭാ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ച ഒരവസരത്തിൽ ഒരുപക്ഷെ കർഷകർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചിരുന്നു. ഇപ്പോൾ പൊതുവിൽ അത്തരത്തിലുള്ള കൃഷി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ പദ്ധതി പ്രവർത്തനത്തിൽ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
വികസനത്തിന്റെ പേരിൽ പാടങ്ങൾ ഇല്ലാതായതും ആധുനിക ചെമ്മീൻ കൃഷിയിലേക്ക് കർഷകർ കൂടുതലായി ശ്രദ്ധ തിരിച്ചതുമാണ് പൊക്കാളി കൃഷി ഇല്ലാതാകാൻ പ്രധാന കാരണം. മധ്യ കേരളത്തിന്റെ പൈതൃക പാരമ്പര്യം പേറുന്ന പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ലാത്തതും ഈ കൃഷിരീതിയെ തളർത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലുമാണ് പൊക്കാളി കൃഷി നടന്നു വന്നിരുന്നത്. കൊടുങ്ങല്ലൂരിൽ പൊക്കാളി കൃഷി ഇറക്കൽ ഇല്ലാതായതോടെ നാടിന്റെ കാർഷിക പെരുമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മലക്കപ്പാറയിൽ തേയില എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ജാർഖണ്ഡ് തൊഴിലാളികളുടെ കുട്ടികളെ പരിപാലിക്കുന്ന ബാലഭവൻ കാട്ടാനക്കൂട്ടം തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഏകദേശം 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനക്കൂട്ടം കാട്ടിലേക്ക് കയറിപ്പോയി. സ്ഥിരം കുറ്റവാളിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ചാച്ചു എന്ന് വിളിക്കുന്ന ഷാമോനെയാണ് തൃശൂർ DIG തോംസൺ ജോസിന്റെ ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ട്യൂഷൻ മാസ്റ്ററെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാഞ്ചിറ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്. ട്യൂഷൻ സെന്ററിൽ വന്ന പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് വഴി സൗഹൃദം സ്ഥാപിക്കുകയും ഫോട്ടോ എടുത്ത് ഭീഷണിപ്പെടുത്തുകയും 2021 മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര, ആളൂർ എന്നിവിടങ്ങളിൽ 3 ട്യൂഷൻ സെന്ററുകളുടെ ഉടമയാണ് ശരത്. ഇയാളെ റിമാൻഡ് ചെയ്തു. വിശ്വകർമ്മ സൊസൈറ്റി ജില്ലാ പ്രതിനിധി സമ്മേളനവും തൃശൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരണവും സംസ്ഥാന പ്രസിഡന്റ് TR മധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VD ഗോപി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ VG സുന്ദരൻ, സെക്രട്ടറി സതീഷ് മരോട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ താലൂക്ക് പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെ യോഗം തെരഞ്ഞെടുത്തു. ഓണാവധിക്കാലം അഭിനയത്തിനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ കോടതിയിലെ വനിതകളടക്കമുള്ള ഒരു കൂട്ടം അഭിഭാഷകർ. 13 അഭിഭാഷകരാണ് മകൾ എന്ന ഹ്രസ്വ സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് വേഷം പകർന്നത്. മാധ്യമപ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന കോടതി പശ്ചാത്തലമായുള്ള ഹ്രസ്വ സിനിമയാണ് 4 വനിതകളും സീനിയർ അഭിഭാഷകരും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. ഒരു ദിവസത്തെ റിഹേഴ്സൽ കൊണ്ടാണ് 13 അഭിഭാഷകർ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. അഡ്വക്കേറ്റ് അപർണ, സീനിയർ അഭിഭാഷകരായ ജോഷി, പ്രതീഷ് പൊന്നാംപാറ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരാൾ മജിസ്ട്രേറ്റായും മറ്റുള്ളവർ അഭിഭാഷകരായി തന്നെയുമാണ് വേഷമിട്ടിരിക്കുന്നത്. അഭിഭാഷകരായ സോന, അശ്വതി, ശരൺ, റിയാസ്, ഹനീഫ്, ബബിൽ, ആനന്ദ് K ജോസ്, ചിന്മയ കോളേജിലെ BCom 2ാം വർഷ വിദ്യാർത്ഥിനി അക്ഷയ, സജിത സതീഷ്, സത്യശങ്കർ തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. വിനോദ് പാലിശ്ശേരിയാണ് കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത്. സനീഷ് ക്യാമറയും സതീഷ് മാനവ് സംഗീതവും നിർവഹിച്ച മകൾ അയ്യന്തോളിലും അരിമ്പൂരിലുമായി ചിത്രീകരണം പൂർത്തിയായി. ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി സമൂഹ മാധ്യമങ്ങൾ വഴി മകൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. കൾച്ചറൽ ഡെസ്ക്, TCV. സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. ആകെ പരിഗണനയ്ക്ക് വന്ന 64 പരാതികളിൽ 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ മീഡിയ വിഷൻ ഡയറക്ടറും ഡിവൈൻ പ്രസ് ഉടമയും സിയോൺ സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണറുമായ ജേക്കബ് ജെറോമിന്റെ മാതാവ് റിട്ടയർഡ് അധ്യാപികയായ ബ്രിജിത്ത് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ചേലക്കര കൊള്ളന്നൂർ പരേതനായ തോമസിന്റെ ഭാര്യയാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. അസ്മിത ഖേലോ ഇന്ത്യ നാഷണൽ വിമൻസ് ലീഗ് ടൂർണമെന്റ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജൂഡോ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് A ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഓർഗനൈസിംഗ് ചെയർമാൻ ധനഞ്ജയൻ K മച്ചിങ്ങൽ, സെക്രട്ടറി K ജോയ് വർഗീസ്, മുൻ മേയർ K രാധാകൃഷ്ണൻ, ഖേലോ വിമൻസ് ലീഗ് നാഷണൽ ചെയർമാൻ യോഗേഷ് ദാവാഡെ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള ഭാഷയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവരുടെ തൃശൂരിലെ കൂട്ടായ്മയായ എഴുത്തുകൂട്ടം വാർഷിക സമ്മേളനം എഴുത്തുകാരനും ഡോക്ടറുമായ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ എഴുത്തുകൂട്ടം പ്രസിഡന്റ് ശശി കളരിയേൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനം നിർവഹിച്ചു. ജയരാജ് മിത്ര, സുജാത അപ്പോഴത്ത്, സന്ധ്യാധർമ്മൻ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി കരിയന്നൂരിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ സ്വദേശി കൃഷ്ണനിവാസിൽ സന്തോഷിനാണ് പരിക്കേറ്റത്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സന്തോഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ അമ്മയോടൊപ്പം കോടതിയിലെത്തിയ 2 വയസ്സുകാരന്റെ തൊണ്ടയിൽ മിഠായി കുടുങ്ങി. സംഭവ സമയത്ത് കോടതി പരിസരത്തുണ്ടായിരുന്ന കാറ്ററിംഗ് സ്ഥാപന നടത്തിപ്പുകാരനായ ജോബീഷ് കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി മിഠായി പുറത്തെടുത്തു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഹെവി വാഹനങ്ങൾ ചിയാരം കണ്ണംകുളങ്ങര വഴി ശക്തൻ സ്റ്റാൻഡിൽ പ്രവേശിക്കണം. ചെറുവാഹനങ്ങൾ നെടുപുഴ സോമിൽ റോഡ് വഴി പോകേണ്ടതാണെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടത്ത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മാങ്കുറ്റിപ്പാടം സ്വദേശി തറയിൽ സുനിലിന്റെ ഭാര്യ 52 വയസ്സുള്ള ഷീലയാണ് മരിച്ചത്. ഞായറാഴ്ച വീട്ടുപരിസരത്ത് വെച്ചാണ് പാമ്പുകടിയേറ്റത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വാണിജ്യം. കൈപ്പറമ്പ് പഞ്ചായത്തിലെ ആദ്യ വനിതാ ഫിറ്റ്നസ് സെന്ററായ ഹെർ ചേംബർ പ്രീമിയം ഫിറ്റ്നസ് സെന്റർ പേരാമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു. മാറി മാറി വരുന്ന ജീവിത തിരക്കുകൾക്കിടയിൽ ശരിയായ ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ 4 വനിതകൾ ചേർന്ന സ്ത്രീകൾക്ക് മാത്രമായി പേരാമംഗലം CRJ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഹെർ ചേംബർ പ്രീമിയം ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ടീച്ചർ നിർവഹിച്ചു. പാർട്ട്ണർമാരും ട്രെയിനർമാരുമായ M വിനയ, യുവീന മനോജ്, ഉജീന രഞ്ജിത്ത്, ഡോക്ടർ ജിഷ P ജയദേവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമംഗലം യൂണിറ്റ് പ്രസിഡന്റ് സോണി ജോർജ്, ബിൽഡിംഗ് ഉടമ ജോസഫ് ചിറ്റിലപ്പള്ളി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കാർഡിയോ, ക്രോസ്ഫിറ്റ്, പേഴ്സണൽ ട്രെയിനിംഗ്, സുംബ, വെയ്റ്റ് ട്രെയിനിംഗ്, യോഗ വിത്ത് വെൽനസ്, ന്യൂട്രീഷൻ, ഇഞ്ചുറി റീഹാബ്, ഫംഗ്ഷണൽ സ്ട്രെങ്ത് ട്രെയിനിംഗ്, സ്ട്രീം ബാത്ത് തുടങ്ങിയ സേവനങ്ങളും ഹെർ ചേംബർ പ്രീമിയം ഫിറ്റ്നസ് സെന്ററിൽ നൽകി വരുന്നു. കൂടാതെ വെയ്റ്റ് ലോസ് ചാലഞ്ച് ഏറ്റെടുക്കുന്ന ഒരാൾക്ക് സർപ്രൈസ് സമ്മാനമായി 2 വീലറും നൽകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് ഫിറ്റ്നസ് സെന്ററിൽ അഡ്മിഷൻ ഫ്രീ ആയിരിക്കും. സ്റ്റുഡൻസ് പാക്കേജ്, 3 months പാക്കേജ്, 6 months പാക്കേജ്, 1 year പാക്കേജ് എന്നിവയും ലഭ്യമാണ്. രാവിലെ 6 മുതൽ രാത്രി 8:30 വരെയാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെടേണ്ട നമ്പർ 8848581074. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6980 രൂപ, പവന് 55,840 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം വിവാദത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി. താൻ പോലും കാണാത്ത അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയുള്ള മാധ്യമ വാർത്തകൾ ശരിയല്ലെന്ന് വന്നാൽ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാകുമെന്ന് മുഖ്യമന്ത്രി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ IG-ക്കും DIG-ക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബേഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. ADGPക്കെതിരെ CPI മുഖപത്രം. ചുവൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ചുവൂർ സ്വദേശി സുനോദാണ് മരിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 12 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട മോഷണ കേസിലെ പ്രതി പിടിയിലായി. വടാരപ്പള്ളി സ്വദേശി ബാദുഷിയാണ് കോഴിക്കോട് നിന്നും പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.